ഇനി നമ്മൾ പോകുന്നത് ഷിരൂരിലേക്കാണ്. ഷിരൂരിൽ അർജുനായുള്ള ദൗത്യം പ്രതിസന്ധിയിൽ. തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ തിരച്ചിലുണ്ടാകില്ല. ഡ്രഡ്ജർ എത്തിക്കാൻ ഒരാഴ്ചയെടുക്കുമെന്ന് ഗോവൻ കമ്പനി അറിയിച്ചു. ഗംഗാവലി പുഴയിലെ കാഴ്ച പരിധിക്കുറവ് ഡൈവിംഗിന് തടസ്സമെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി വെള്ളം എങ്ങനെയുണ്ടോ കലുഷിത്ത് തന്നെ റെഡായിട്ടിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടാവും. ഇന്നലെ എങ്ങനെ മഴ വന്ന് നമുക്ക് അവിടെ വേലാക്കാനായില്ല പറഞ്ഞാൽ റെഡ് കീഴെ പോയാൽ നമുക്ക് ഒരുപാട് സീറോ പോസിറ്റിവിറ്റി. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് ചുമ്മായിട്ട് വേല ചെയ്യാനാവില്ല, പോയി അവിടെ ഒരു വേലയാവുന്നു. ഇപ്പോൾ എൻ്റെ സംഭവം ഇപ്പോൾ വെള്ളം കൊഞ്ചം കമ്മിയായ ശേഷം പിന്നെ അവിടെ തന്നെ ഡ്രഡ്ജറാക്കിയിട്ട് വലിക്കുക. ഇല്ലെങ്കിൽ ഈ വെള്ളം തെളിയായ ഒരു 20 അടിൻ്റെ ഒരു പൈപ്പ് കൊണ്ട് കമ്പിൻ്റെ പൈപ്പ് കൊണ്ട് വന്നിട്ട് അതിൻ്റെ കൂടെ പ്രഷർ പമ്പാക്കി ആ മണ്ണെല്ലാം മേലെ കെട്ടണം. നല്ലതായിട്ട് മേലാക്കണ മാത്രം നിൽക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉടുപ്പി മൽപ്പയൊക്കെ പോയിട്ട് പിന്നെ അവർ എപ്പോൾ കരച്ചിൽ ജില്ലയുടെ എപ്പോൾ കൂപ്പിടും ആ സമയത്തിൽ ഞാൻ പറയും. തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയതായി അർജുന്റെ ബന്ധു ജിതിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 21-ാം തീയതി രാത്രി എത്തിക്കഴിഞ്ഞു. 22-ാം തീയതി ഈ പ്രവൃത്തി പുനരാരംഭിക്കുമെന്ന ഉറപ്പാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ ഉറപ്പ് നമുക്ക് MLAയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം MLAയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആണ് സംഭവിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ആ മിഷൻ വന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് ഈ ലോറി എടുക്കാനോ മാത്രമല്ല, ഈ പുഴയുടെ അവസ്ഥ പഴയ രീതിയിലേക്ക് ആക്കാൻ കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ഇനി ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ ദൗത്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും മനുഷ്യസാധ്യമായ പരമാവധി കാര്യങ്ങൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് കാര്യമായ തോതിൽ ഒരു വലിയ പുരോഗതി ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ ഡ്രഡ്ജർ എത്തിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഈ നദിക്കടിയിൽ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന വാഹനത്തെ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് എത്തിക്കുന്നത് ഒരു അസാധ്യമാണ്. മാൽപേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ നദിയിൽ സീറോ വിസിബിലിറ്റിയാണ് ഇന്നലെയും ഇന്നുമായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ നദിയിലുള്ള കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയാസം മാൽപേ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പകരം അവർ ഇപ്പോൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗങ്ങളും തൊട്ട് നോക്കി അത് കൃത്യമായ തോതിൽ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്ക് ഒരു തിരച്ചിലിന് വലിയ പരിമിതികളുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ താൽക്കാലികമായി ഈ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഡ്രഡ്ജർ ഇവിടത്തേക്ക് എത്തിച്ചതിന് ശേഷം ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ഡ്രഡ്ജർ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ചില സാങ്കേതികമായിട്ടുള്ള പരിമിതികൾ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും 22-ാം തീയതിയോടുകൂടി ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു വ്യക്തതക്കുറവുണ്ട് എന്നുള്ള കാര്യം നമുക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കാലാവസ്ഥയുടെ പ്രശ്നവും ഈ നദിയിൽ എത്തി ഇവിടത്തെ കൃത്യമായ തോതിൽ ഇതിൻ്റെ കടന്നു വരുന്ന വഴി ഉൾപ്പെടെ പരിശോധിച്ചാൽ മാത്രമേ ഇതിനകത്തൊരു തീരുമാനം പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന കാര്യമാണ് ഈ ഡ്രഡ്ജർ കമ്പനിയുടെ, അതായത് ഗോവയിലുള്ള അഭിഷേനിയ ഡ്രഡ്ജിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ MD മഹേന്ദ്ര ഡോങ്റെ നമ്മളോട് റിപ്പോർട്ടറിനോട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നും നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ആ ഘട്ടത്തിലും അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന നദിയിലേക്ക് ഇവരുടെ പ്രതിനിധികൾ എത്തി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് ഈ ഡ്രഡ്ജിങ് ഉപകരണം ഇവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അർജുൻ്റെ കുടുംബത്തിന് ഈ പറയുന്ന മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ള ഒരു ഉറപ്പ് എന്ന് പറയുന്നത് 21-ാം തീയതി നിങ്ങൾ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തണം. MLAയും ഇവിടത്തേക്ക് എത്തും. 22-ാം തീയതിയോടുകൂടി ഈ ദൗത്യം പുനരാരംഭിക്കും. അതായത് ഡ്രഡ്ജർ മിഷൻ എത്തിച്ചതിന് ശേഷം പുനരാരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഈ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് അർജുൻ്റെ കുടുംബം പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് പറയേണ്ടുന്നൊരു ഘട്ടമല്ല. കൃത്യമായ തോതിൽ മാൽപയും നേവിയും അതുപോലെ തന്നെ SDRFും NDRFും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. ഒരുപാട് ലോഹ വസ്തുക്കൾ, അതിന് പുറമെ അർജുൻ്റെ വാഹനത്തിൻ്റെ
കയറിൻ്റെ ഭാഗമെല്ലാം തന്നെ ഇവർ ഈ നദിക്കടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി ശക്തമായ തോതിലുള്ളൊരു മഴ പെയ്തു. ആ മഴ പെയ്തതോടുകൂടി നദിയുടെ ഒഴുക്കിൽ വലിയ മാറ്റമില്ലെങ്കിൽ കൂടി ഈ കലങ്ങിയ ഒരവസ്ഥ, അത് അതിരൂക്ഷമായ തോതിൽ തന്നെ ഒരു കലങ്ങിയ ഒരു അവസ്ഥയിൽ, ഒരു കുത്തൊഴുക്ക് എന്ന രീതിയിൽ ഒരു കലങ്ങി മറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഒഴുകിയത്. പക്ഷേ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അതോടുകൂടി തന്നെ ഈ നദിയിലെ കാഴ്ച തീരെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പരിമിതി ആ കുടുംബവും ഉൾക്കൊള്ളുന്നുണ്ട്. ജിതിനും ആ കാര്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 22-ാം തീയതി ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് കൃത്യമായ തോതിൽ പരിശോധന ഉറപ്പാക്കുമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു കാര്യം കൂടി ജിതിൻ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കാര്യക്ഷമമായ ഒരു ഇടപെടൽ 22-ാം തീയതിയെങ്കിലും ഈ ഡ്രഡ്ജർ ഇവിടത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാവണമെന്നുള്ള കാര്യമാണ് കുടുംബത്തിൻ്റെ ഭാഗമായി ഉയരുന്ന ആവശ്യം. എന്നിരുന്നാൽ കൂടി താൽക്കാലികമായി ഇപ്പോൾ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നദിയിലെ കലക്കും അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുമാണ്. ആ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഇന്നിപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് ഈ മേഖലയിലാകെ തന്നെ ഉള്ളത്. കാര്യമായ തോതിൽ മഴ പെയ്തിട്ടേ ഇല്ല. പക്ഷേ എങ്കിൽ കൂടി ഈ നദിയിലെ ഒഴുക്ക്, ഈ കലക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടില്ല. സീറോ വിസിബിലിറ്റി എന്ന അവസ്ഥയിൽ തന്നെയാണ്. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായിരുന്ന ഏകദേശം അതിന് സമാനമായ തോതിൽ തന്നെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണാനും വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലക്കൽ നദിയുടെ ഒരു കലക്കൽ സ്വഭാവം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ദൗത്യത്തിന് കൂടുതൽ സഹായകരമാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. മാൽപ്പയെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഉടുപ്പിയിലേക്ക് അല്ലെങ്കിൽ മാൽപ്പയിലേക്ക് മടങ്ങിപ്പോവും. പക്ഷേ ആവശ്യാനുസരണം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്തുന്നതിൽ തടസ്സങ്ങളില്ല എന്നുള്ള കാര്യമാണ് മാൽപ്പയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ 22-ാം തീയതി ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് അർജുൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുള്ളത്. റോഷ്നി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രഡ്ജർ എത്തിക്കാൻ ഒരാഴ്ചയെടുക്കുമെന്നാണ് ഗോവൻ കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഡ്രഡ്ജർ എത്തിയാൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും.